നമസ്കാരം. ഐസോബച്ചത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഞായറാഴ്ച വെളുപ്പാങ്കാലത്ത് ഇത്രയും നേരത്തെ എഴുന്നേറ്റിട്ട് ഫസ്റ്റ് മെട്രോയും പിടിച്ചിട്ട് എങ്ങോട്ടാണ് ഓടിപ്പാഞ്ഞുള്ള യാത്രയാണോ ചിന്തിക്കുന്നത്? പറയാം. നമ്മുടെ ഒരുപാട് ആഗ്രഹിച്ച ഒരു പടം ടിക്കറ്റ് വേറെ സമയങ്ങളിലൊന്നും കിട്ടാനില്ല, കിട്ടുന്നത് തന്നെ വളരെ ഏറ്റവും ഫ്രണ്ടിലൊക്കെയാണ്. പക്ഷേ ഏറ്റവും നല്ല സെൻറ്ററിലൊരു സീറ്റ് കിട്ടിയപ്പോൾ ബുക്ക് ചെയ്തു. അത് 8 മണിക്കുള്ള ഷോയാണ്. 7:50 ഞാൻ റാഗിഗുഡ സ്റ്റേഷനിൽ മെട്രോ ഇറങ്ങി. അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട് മന്ത്രി സ്ക്വയർ മാളിലേക്ക്. അതിരാവിലെ ആയതുകൊണ്ട് തന്നെ കാൽനടക്കാറില്ല, വണ്ടിയുടെ വലിയ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം കൊണ്ടും വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു പ്രഭാതം. തിയേറ്റർ മാത്രം തുറന്നിരിക്കുകയാണ് മാളിൽ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണാൻ വരുന്ന ആളുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ഇനോക്സിലേക്ക് കയറി പടം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ. കാന്താര ചാപ്റ്റർ 2 റിലീസായത് 2 വർഷം മുമ്പാണ്. വെറുതെ ബാംഗ്ലൂരിൽ ഒരു ദിവസം വെറുതെ അന്ന് എന്തോ ഓഫീസിൽ പോയില്ല, അന്ന് വെറുതെ ഇരുന്ന ദിവസം ഒരു കന്നഡ പടത്തിൻ്റെ റിലീസുണ്ട്. അതിന് ടീച്ചറെ കണ്ടപ്പോൾ വളരെയധികം ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ ആ കാന്താര ചാപ്റ്റർ 2 പോയി കണ്ടു. റിലീസിൻ്റെ അന്ന് തന്നെ എനിക്ക് വളരെയധികം, അത് കന്നഡ ലാംഗ്വേജിൽ തന്നെയാണ് പോയി കണ്ടത്. വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു മൂവിയായിരുന്നു അന്ന് കാന്താര ചാപ്റ്റർ 2. അതിനുശേഷം കാന്താര ചാപ്റ്റർ 1ൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു. അന്ന് മുതൽ തീരുമാനിച്ചതാണ് കാന്താര ചാപ്റ്റർ 1 നമ്മൾ എന്ത് ചെയ്യണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. പക്ഷേ എന്തുകൊണ്ടോ റിലീസിൻ്റെ അന്ന് ബാംഗ്ലൂരിൽ ഒരു തിയേറ്ററിലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ, ഇപ്പോൾ സിനിമ കാണാൻ പോവുകയാണെങ്കിൽ ഒരു 8 സീറ്റ് പുറകിലേക്ക് സ്ക്രീനിൻ്റെ സെൻറ്ററിൽ ഏകദേശം സെൻറ്ററിൽ വരുന്ന രീതിയിലുള്ള സീറ്റ് ഉണ്ടെങ്കിലാണ് ഞാൻ പടം കാണാൻ ബുക്ക് ചെയ്യാറുള്ളത് സാധാരണ. അപ്പോഴാണ് കൂടുതൽ നമുക്ക് എല്ലാ തരത്തിലും അതിൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്, അതിൻ്റെ ഒരു പീക്ക് ലെവലിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുക. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് റിലീസിൻ്റെ അന്ന് തൊട്ടടുത്ത ദിവസങ്ങളിൽ പോയി കാണാൻ കഴിഞ്ഞില്ല. ഇന്നാണ് പോയി കണ്ടത്. എന്താ പറയുക, ഋഷഭ് ഷെട്ടി എന്നുള്ള കന്നഡ സിനിമയുടെ ജാതകം തന്നെ മാറ്റി എഴുതിയ 3 പേരുണ്ട്. രക്ഷത് ഷെട്ടി, ഋഷഭ് ഷെട്ടി, രാജ്ബി ഷെട്ടി. ഈ 3 പേരാണ് കന്നഡ സിനിമയെ പുതിയൊരു തലത്തിലേക്ക് കൈപിടിച്ചു വന്ന ആളുകളെന്ന് പറയുന്നത്. കന്നഡ സിനിമയുടെ ജാതകം തന്നെ തിരുത്തി കുറിച്ചത് ഈ 3 പേരാണ്. ഒരു സമയത്ത് കന്നഡ സിനിമ എന്ന് പറഞ്ഞാൽ ആർക്കും അങ്ങനെ, ഞാനൊക്കെ ആദ്യമായിട്ട് കാണുന്ന പടം എന്ന് വേണമെങ്കിൽ പറയാം കാന്താരയാണ്. ആദ്യമായിട്ട് തന്നെ കാണുന്ന പടം കാന്താരയാണ്. പിന്നീടാണ് ഇവരെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഗരുഡ ഗമന, ഋഷഭവാഹന, അങ്ങനെ പല കന്നഡ പടങ്ങളിലേക്കും നമ്മൾ എത്തിപ്പെടുന്നത്. സൂഫ്രംസോ അങ്ങനെയൊക്കെയുള്ള റീസണായിട്ട് വന്ന രാജ്ബി ഷെട്ടിയുടെ പടം, അതൊക്കെ നമ്മൾ എത്തിപ്പെടുന്നത് ഈ കാന്താരയുടെ ഒരു എഫക്റ്റ് കൊണ്ടാണ്. അങ്ങനെ സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ ഇപ്പോൾ കണ്ടിറങ്ങിയതേ ഉള്ളൂ. എന്താ പറയുക, മനസ്സ് നിറഞ്ഞു. വളരെയധികം നമ്മൾ ഇൻവോൾവായിട്ട് മ്യൂസിക് ഡിപ്പാർട്ട്മെൻ്റ് എന്ന ഒരു വലിയ സല്യൂട്ട്. കാരണം ആ ഓരോ സ്ലൈഡിനും വേണ്ട രീതിയിൽ അതിനെ ക്ലബ്ബ് ചെയ്ത്, അതിനെ അത്രത്തോളം ഫിക്സ് ചെയ്ത്, പെർഫെക്റ്റായിട്ട് ഫിക്സ് ചെയ്ത്, പടത്തിൻ്റെ ആ ഓരോ സീക്വൻസിനും അനുസരിച്ച് അതിനെ എന്താ പറയുക, ആ ഒരു നമുക്ക് ഫീലാകുന്നു. ആ ഫീല് നല്ലപോലെ നമുക്കത് അനുഭവിച്ച് അറിയാൻ കഴിയുന്ന രീതിയിലുള്ള ആ ഒരു മേക്കിങ്, എഡിറ്റിങ്. ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഏറ്റവും നല്ല സ്റ്റണ്ട്. ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യുക പറയുക, ഒരു വലിയ സല്യൂട്ട് തന്നെ കൊടുക്കേണ്ടതാണ്. കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പടം. നിങ്ങൾക്ക് ചുരുക്കി പറഞ്ഞാൽ വലിയ തരത്തിലുള്ള ലോജിക്കോ കാര്യങ്ങളോ ഒന്നും ആലോചിച്ച് പടത്തെ നിരൂപണം ചെയ്തങ്ങ് എടുത്തു മറിക്കുക, അങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടി പടം കാണാൻ പോകരുത്. ഒരു കോമഡി പടം എക്സ്പെക്റ്റ് ചെയ്ത് പോകരുത്. ഒരു എന്താ പറയുക, ഫുൾ സ്റ്റണ്ട് പടം മാത്രം എക്സ്പെക്റ്റ് ചെയ്ത് അങ്ങനെയൊന്നും പോകരുത്. പടം പൂർണ്ണമായിട്ടും ഈ തുടങ്ങി അവസാനം വരെയും പടത്തിൻ്റെ അകത്ത് നമ്മൾ എന്താണോ അത് നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന ഒരു ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ പോയി കാണുക. 100% നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടം തന്നെയായിരിക്കും ഇത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുന്ന സമയത്ത് എന്താ പറയുക, അതും ഏറ്റവും അതിൻ്റെ പീക്ക് ലെവലിലാണ്. അത് സെക്കൻഡ് ഹാഫ് ഫുള്ള് നമ്മൾ എന്ത് ചെയ്യും, നമ്മളതിൻ്റെ ആ സ്ക്രീനിനുള്ളിലുണ്ട്. നമ്മളതിലൊരു ക്യാരക്ടറാണ്, നമുക്കത് അറിയാൻ കഴിയുന്നത്. നമുക്ക് അവരിൽ വരുന്ന ഓരോ ഇമോഷൻസും നമ്മളിലേക്ക് അത് വളരെയധികം കൊണ്ടുവരാനും, അതിൻ്റെ അകത്ത് മ്യൂസിക്കിനായാലും ആ സ്റ്റണ്ടിനായാലും ആ ഡയലോഗ്സിനായാലും ആ പെർഫെക്ഷനായ ഒരു അഭിനയത്തിനൊക്കെ ആയാലും ഋഷഭ് ഷെട്ടി എന്ന് പറഞ്ഞ വ്യക്തി നമ്മളെ എന്ത് ചെയ്യുക, അതിശയിപ്പിച്ച് കഴിയുകയാണ്. ഒരു ഡയറക്ടർ, ഒരു നല്ലൊരു നടൻ, ഒരു ഡയറക്ടർ കൂടിയായ ഒരു നല്ല നടൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രോഡക്റ്റ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും ലാഗെന്ന് പറയാനൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്കൊരു
എവിടെ നിന്നും ഒരു കഥ തുടങ്ങി അത് വേറെ തലങ്ങളിലേക്ക് പോയി ഒന്ന് പറഞ്ഞു വെക്കുന്നു. എന്തിനാണെന്ന് അറിയുക, സെക്കൻഡ് ഹാഫിലെ ആ വെടിക്കെട്ടുണ്ടല്ലോ, ആ സെക്കൻഡ് ഹാഫിലെ വെടിക്കെട്ടിന് വേണ്ടി വെടിക്കെട്ടിനെ നീതീകരിക്കാൻ വേണ്ടിയാണ് ഈ ഫസ്റ്റ് ഹാഫിൽ ഈ കഥ പറഞ്ഞു വെക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ അതങ്ങ് എടുത്തിട്ട് പൊട്ടിക്കുകയാണ്. പിന്നെ അഭിനയത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഋഷഭ് ഷെട്ടി എന്ന് പറഞ്ഞാൽ അതിനൊന്നും പറയാനില്ല, അത് കണ്ടറിയുക. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം തന്നെയാണ്. പിന്നെ രുക്മിണി, നായികയായിട്ട് അഭിനയിച്ച രുക്മിണിയുടെ അഭിനയം ഒന്നും പറയാനില്ല, നല്ല അഭിനയമായിരുന്നു. ജയറാമിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അങ്ങനെ അഭിനയിച്ചതിൽ വലിയ രീതിയിലുള്ള അദ്ദേഹത്തിന് അഭിനയം മികവ് തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. പക്ഷേ കൊടുത്ത വേഷത്തെ വളരെ ഭംഗിയായിട്ട് തന്നെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ പടം കണ്ടു, 100% നമ്മൾ പോയി കാണേണ്ട പടം തന്നെയാണ്. അതായത് ഈ നമ്മുടെ ഈ വടക്കൻ കേരളത്തിലെ ചില പഞ്ചുരുളി തെയ്യം, അതുപോലെ തന്നെ തെയ്യത്തിൻ്റെ തന്നെ പല പല വിഭാഗങ്ങളുണ്ട്, കോലം കെട്ടലുകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ പറഞ്ഞു വെച്ച ചില മിത്തുകളെയും ആ പ്രകൃതിയുമായിട്ട് മെർജ് ചെയ്തുകൊണ്ട് തന്നെ ഇതിന് എനിക്ക് തോന്നിയത്, എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു ഫൈറ്റ് ഉണ്ടല്ലോ എപ്പോഴും. മനുഷ്യൻ ഈ സെൽഫിഷ് ആയിട്ടുള്ള മനുഷ്യൻ പ്രകൃതിയിലേക്ക് കടന്നു കയറുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളും പ്രകൃതി അതിനോട് നടത്തുന്ന ചെറുത്തുനിൽപ്പും ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ അതൊക്കെ പറഞ്ഞു വെക്കുന്നത് പോലെ. അതുപോലെ തന്നെ ചില പൊളിറ്റിക്സ്, അതായത് എപ്പോഴും നമ്മൾ ചില മേഖലകളിൽ മാത്രം മുൻഗണന കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതിനെയൊക്കെ നമ്മൾ വളരെയധികം എടുത്തിട്ട് അലക്കുന്നുണ്ട് ഈ പടം.